പല മഹാന്മാരുടെയൊക്കെ ജീവിതം നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം പലപ്പോഴും പല പ്രതിസന്ധിയിൽ കടന്നു പോവുകയും ചിലപ്പോൾ അവരുടെ ജീവിതം തന്നെ ഒരു അപകടത്തിലാവുന്ന അവസ്ഥയൊക്കെ എത്താൻ സമയം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിലപ്പോൾ ഒരു കൈത്താങ് വന്നിട്ടായിരിക്കും ചിലപ്പോൾ അതിൽ നിന്ന് അവർ രക്ഷപ്പെട്ട് വരുന്നത്. ചിലപ്പോൾ അവരുടെ ജീവിതത്തിന് പ്രശ്ന സമയത്ത് ഒരു കൈത്താങ് വന്നിട്ട് അവർ സഹായിച്ച് ചിലപ്പോൾ ദൈവത്തിൻ്റെ കയ്യിൽ നിന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഒരു കൈത്താങ് വന്ന് സഹായിക്കുകയും അതിൽ നിന്ന് അവർ ഉയർന്നു വന്ന് വലിയ നിലയിലേക്ക് എത്താറുണ്ട്. ഇപ്പം നമുക്കറിയാം വയനാട് വലിയൊരു ദുരന്തമായിരുന്നു. നമ്മളെ സംബന്ധിച്ചോളം രാത്രി ഉറങ്ങാൻ കിടന്ന ഒരു പ്രദേശമാകെ ഒന്നാകെ ഇല്ലാതെയായ ഒരു സംഭവമായിരുന്നു. അതിന് കുറേ അധികം ജീവൻ നമ്മൾ നഷ്ടപ്പെട്ടു. പക്ഷേ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ കുറേ ആൾക്കാരുണ്ട്. ആ രക്ഷപ്പെട്ട ആൾക്കാർ പക്ഷേ വളരെ ദുരിതമാണ് അവർ അനുഭവിക്കുന്നത്. അവരെ ഉറ്റവരോടെയൊക്കെ നഷ്ടപ്പെട്ടു. അവർ വളരെ പ്രതിസന്ധിയിലാണ്. പലരും ശാരീരികമായിട്ട് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ശാരീരികമായും മാനസികമായിട്ടൊക്കെ വെല്ലുവിളി നേരിടുന്ന അവസ്ഥയിൽ നമുക്ക് ഇതുപോലൊരു സംരംഭം, ഇതുപോലൊരു കൈത്താങ് കൊടുക്കുക എന്നുള്ള വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഈ വാഹനം, നമുക്കറിയാം ഈ വാഹനം ഇവർ മൊബൈൽ ക്ലിനിക്കായിട്ട് തുടങ്ങിയ വാഹനം വളരെ നാളുകളായിട്ട് വർക്ക് കുറച്ച് കമ്പനികളൊക്കെ ഇട്ട് കയറി കിടക്കുമായിരുന്നു. പക്ഷേ ഇവർ വളരെയധികം പൈസ മുടക്കി ഈ വാഹനം നന്നാക്കിയെടുത്ത് ഈ ഒരു ഉദ്യമത്തിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ പുറപ്പെടുകയാണ്. അപ്പോൾ ഇതുപോലുള്ള നമ്മളറിയാം നമ്മുടെ ഈ വയനാട് ദുരന്തം ഉണ്ടായപ്പോഴത്തേക്കും നമ്മളെ ഒറ്റക്കെട്ടായതുകൊണ്ട് തന്നെ നേരിടാനായിട്ട് നമ്മൾ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ലോകത്തെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്താണ് കേരളം എന്താണെന്നുള്ളതും അതുപോലെ നമ്മൾ പ്രതിസന്ധി നേടാൻ എങ്ങനെ സാധിക്കുന്നുള്ളതും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തന്നെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു വാഹനം റെഡിയാക്കി. ഇത് ഒരു പുതിയ AHMA, നമ്മുടെ അസോസിയേഷൻ ഓഫ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് അസോസിയേഷൻ, ആയുർവേദ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഇവർ ചെയ്യുന്ന ഈ പരിപാടി വളരെ ശ്ലാഘനീയമാണ്. ഇതുപോലെ പ്രവർത്തനങ്ങൾ നമുക്ക് ആവശ്യം. കാരണം ഇത് എനിക്ക് തോന്നുന്നത് കേരളത്തിൻ്റെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ സംരംഭം എനിക്ക് തോന്നുന്നു. കാരണം ഇതിനു മുമ്പ് കേട്ടിട്ടില്ല. കാരണം ധാരാളം മെഡിക്കൽ ക്യാമ്പുകൾ, നമ്മുടെ അലോപ്പതി മെഡിക്കൽ ക്യാമ്പ് നടക്കാറുണ്ടെങ്കിലും ഇതുപോലുള്ള ഒരു വാഹനം പുറത്തുവിടുകയും ഈ പറഞ്ഞ ഇങ്ങനെ ഒരു സേവനം അവിടെ പൊതുജനങ്ങൾക്ക് കൊടുക്കാനും ഒരു സംരംഭം ആദ്യമായിട്ടായിരിക്കും. അപ്പോൾ അതിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു.